ശരിക്കും ഈ 21 ദിവസത്തെ ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ 21 ദിവസം സെൽഫ് ഹിപ്നോസിസ് യാത്ര ഒന്ന് പരിശീലിക്കണം. ഈ 21 ദിവസം നടക്കുന്ന ഒരു റീപ്രോഗ്രാമിംഗ് ആണ്. നമുക്കറിയാം, ചില കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യണം. ആ ഒരു റിപ്പയറിംഗ് ആണ് ഈ 21 ദിവസം നടക്കുക. ആദ്യമൊക്കെ ഈ ഹിപ്നോ സെൽഫ് എന്നൊക്കെ കേട്ടപ്പം എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു. പക്ഷെ മുനീർ സാറിന്റെ ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോ തന്നെ എനിക്കിത് മനസ്സിലായി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് വേറെ ഇല്ല. നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ വെറും പ്ലാസ്റ്റിക് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കണമെന്ന് മാത്രമാണ്. ആ ഒരു എഞ്ചിനീയറിംഗ് ആയിരുന്നു നമ്മുടെ ഈ ഒരു 21 ദിവസത്തെ കോഴ്സിലൂടെ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളൊക്കെ തുറപ്പിച്ചൊരു കാര്യം. ഹഗ് ഇന്റർനാഷണൽ 21 days is a magical experience for all. ഈ കോഴ്സ്, നമ്മുടെ ഹിപ്നോസെൽഫ് കോഴ്സ് വഴി എൻ്റെ ഈ മനസ്സിനെ തിരിച്ചറിയുവാനും ആ തടസ്സങ്ങൾ ഒക്കെ ഒന്ന് തരണം ചെയ്യാനും കൂടുതൽ കാമായി, കോൺഫിഡന്റ് ആയും ഫോക്കസ് ആയും മാറാനും എനിക്ക് കഴിഞ്ഞു. നിങ്ങൾ ഈ പഠിച്ചതിലല്ല കാര്യം, പഠിച്ചത് നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുക. Very warm welcome and good evening to all present here on the graduation ceremony of the course HypnoSelf 21-day Mastery organized by Hug International. ഈ കോഴ്സിൽ നമ്മളോടൊപ്പം ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ദ ഗ്രാജുവേഷൻ സെറമണി. ഗ്രാജുവേറ്റ്സ് എല്ലാവരും ഒരു പുതിയ യാത്ര തുടരുന്നു, അതിലേക്ക് കടക്കുന്നു. അതിലേക്കുള്ള ഒരു കമൻസ്മെന്റ് ആയി, ഒരു തുടക്കമായി നമ്മൾ ഈ സെറമണിയെ കാണാം. അതുപോലെ തന്നെ കോൺവൊക്കേഷൻ, എന്നാൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഫോർമലി സ്വീകരിക്കുന്നു. ഈ രണ്ട് രീതിയിലും നമുക്ക് ഇന്നത്തെ സെറമണിയെ നമുക്ക് കാണാം. ഹഗ് ഇന്റർനാഷണൽ എന്നാൽ ഒരു വലിയൊരു മൂവ്മെന്റ് ആണ്. ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യുണീക്നെസ്, ഗ്രോ പർപ്പസ്ഫുള്ളി. ഈ 3 വാക്കുകളിൽ നിന്നും ഒരുമിച്ച് ചേർന്ന ഹഗ് ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഞാൻ ബാച്ച് 4-ൽ ഈ കോഴ്സ് ചെയ്യാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ്. യെസ്, അപ്പോൾ നമ്മൾ 4ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ ഗ്രാജുവേഷൻ സെറമണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് എനിക്കിവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ശരിക്കും എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കോഴ്സിന്റെ ഗ്രാജുവേഷൻ സെറമണി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒന്ന് ഡിസ്ട്രാക്ഷൻസ് ആണ്, അല്ലെ? അതായത് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമുക്ക് സാധ്യമല്ല. 2-3 കാരണങ്ങളാണ്. ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, 2 നെഗറ്റീവ് പുറത്തുനിന്നുള്ള മീഡിയാസിന്റെ മറ്റുള്ള നമ്മുടെ വർക്ക് ലോഡിന്റെ ഇൻഫ്ലുവൻസ്, രണ്ടാമതെന്നുള്ളത് നെഗറ്റിവിറ്റിയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം സോഷ്യൽ മീഡിയ കൊണ്ടേ പോസ്റ്റ് ചെയ്താൽ അതിന്റെ താഴെ കൊണ്ട് ആരെങ്കിലും 3-4 കാര്യക്കാർ വന്ന് ചൊറിയുന്ന കമന്റുകൾ ഇട്ട് നമ്മളെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം, ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് വേണം, സ്വന്തം യൂണീക്നെസ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പല വിധത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്നത് സെൽഫ് ഡൗട്ട് ആണ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫാണ്. എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ കുറച്ച് മെന്റൽ ബ്ലോക്സ് കാണും. പണ്ട് എന്നോ ശ്രമിച്ചു നോക്കിയപ്പോൾ ഉണ്ടായ പരാജയങ്ങൾ നമ്മളെ പുറകോട്ടടിക്കുന്നത്. ഇതിനൊരു പ്രാക്ടിക്കൽ പരിഹാരം കൊടുക്കാൻ പറ്റിയാൽ എല്ലാ വ്യക്തികൾക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത. അതിന് ഏറ്റവും നല്ല പരിഹാരം എന്താണെന്ന് നോക്കിയപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഗുണപ്രദമായത് ഹിപ്നോട്ടിസ് ആണ്. അത് പഠിപ്പിച്ചു തന്ന വ്യക്തി മുനീർ അമീർ സാറാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോഴ്സ് നമുക്ക് പരമാവധി ആൾക്കാരിലേക്ക് എത്തിച്ചാലോ എന്നുള്ള ചിന്തയാണ് കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് നമുക്ക് 4ാമത്തെ ബാച്ചിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇതാ ഇന്ന് നാം ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ഇതാ നമ്മുടെ ബാച്ച് നമ്പർ 4 ഇന്ന് ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് ഗസ്റ്റുകളായിട്ട് കുറേ പേർ ഇവിടെ വിസിറ്റേഴ്സായിട്ട് എത്തിയിട്ടുണ്ട്, അല്ലേ? സോ യു മൈറ്റ് ബി തിങ്കിങ് വാട്ട് ഹിപ്നോസിസ് ഈസ്. സോ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇതാ നമുക്ക് നമ്മുടെ മൈൻഡിലേക്കുള്ള ചില കാര്യങ്ങളുടെ താക്കോലാണ്. മൈൻഡിൽ നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ തുറക്കുവാനുള്ള ഒരു താക്കോലാണ്. ലെറ്റ്സ് എക്സ്പീരിയൻസ് ദാറ്റ് കീ ടു നൈറ്റ് ഇൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഐ എം മുനീർ അമയൂർ. ഐ എം എ മോട്ടിവേഷണൽ ഹിപ്നോട്ടിസ്റ്റ്. ഞാൻ സർട്ടിഫൈ ചെയ്യപ്പെട്ടത് ജാക്വിൻ ഹിപ്നോസിസ് അക്കാഡമി UK-യിൽ നിന്നാണ്. വേൾഡ് ഫേമസ് ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ള ആൻ്റണി ജാക്വിൻ ആൻഡ് ഫ്രെഡി ജാക്വിൻ, ദേ ആർ മൈ ഗുരൂസ്. ഐ ഹാവ് ലേൺഡ് ഡയറക്ട്ലി ഫ്രം ദം and I am very happy to say that I have been awarded the best hypnotist of the year award last year. എനിക്കറിയാം, റിലാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ നിങ്ങൾക്കുണ്ട്. പല മേഖലകളിൽ നിന്ന് വന്നവർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓടാനുണ്ട്, ഒരുപാട് പണം ഉണ്ടാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മുടെ മൈൻഡിനെ മറന്നുകൊണ്ടാവരുത് ഒന്നും അല്ലേ. അവർ പീസ് ഓഫ് മൈൻഡ് ഈസ് ദ ടോപ്പ് പ്രയോറിറ്റി. സോ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുവാൻ തീർച്ചയായിട്ടും റിലാക്സേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ റിലാക്സേഷൻ ഹെൽപ്പ് ചെയ്യാൻ ദർ ആർ മൾട്ടിപ്പിൾ മെത്തേഡ്സ്. പക്ഷേ അതിന് ഈസി ആയിട്ട് ഓൺ കമാൻഡ്, റിലാക്സേഷൻ ഓൺ കമാൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അച്ചീവ് ചെയ്യാൻ ഹിപ്നോസിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് റിമെമ്പർ വൺ തിങ്, ഹിപ്നോസിസ് ഈസ് നോട്ട് ഈക്വൽ ടു റിലാക്സേഷൻ. ഇറ്റ് ഈസ് സംതിങ് മോർ. നമുക്ക് ക്വിക്കായിട്ട് ട്രാൻസിലേക്ക് പ്രവേശിക്കുവാൻ, അങ്ങനെ ആ ഒരു ട്രാൻസിൽ നമുക്ക് വേണ്ട സജഷൻസ് കൊടുക്കുവാൻ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹിപ്നോട്ടിസം. ഈ ട്രാൻസ് എന്ന് പറയുന്നത് നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നോക്കൂ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു ദിനം പലതവണ ട്രാൻസിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട്, ശരിയല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞു തരാം. നിങ്ങളൊന്നിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡ്രൈവിങ്ങിൻ്റെ കൺട്രോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നില്ലേ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാൻസ്. ചിലപ്പോൾ നിങ്ങളൊരു സിനിമ കണ്ട് കരയുമ്പോൾ നിങ്ങളൊരു ഇമോഷണൽ വേൾഡിൽ എത്തുന്നില്ലേ? ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാൻസ്. യെസ്, ഒരു തരത്തിലല്ലെങ്കിൽ പലതരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ട്രാൻസിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതൊരു ഓപ്പൺ ഡോറാണ്. ആ ഡോർ കടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സജഷൻസ് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹിപ്നോട്ടിസം. യെസ്, ഇതിന് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ തന്നെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി വന്നവരാണ് ഈ ഹിപ്നോ സെൽഫ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അഭിമാനപൂർവ്വം പ്രതീക്ഷാപൂർവ്വം ഇപ്പോൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ റിസൾട്ടിനാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിനാണ്, ഇന്നത്തെ സമ്മാനങ്ങൾക്ക് വേണ്ടിയാണ്. യെസ്, ലെറ്റ് സെലിബ്രേറ്റ്. ടുഡേ ഈസ് സെലിബ്രേഷൻ ഡേ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മള് കുറച്ച് വാക്കുകളെ കുറിച്ചാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേഞ്ച് വരുത്തിയ കുറച്ച് വാക്കുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ വാക്ക് റിലാക്സ് എന്നുള്ളതാണ്. ഈ റിലാക്സ് എന്ന വാക്ക് നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അല്ലെങ്കിൽ ഒരു അശരീരി പോലെ നമ്മൾ കേൾക്കുന്നത് മുനീർ സാറ് പറയുന്നത് റിലാക്സ് എന്നുള്ള വാക്കാണ്. ശരിക്കും പറഞ്ഞ ആ വാക്ക് നമുക്ക് കണ്ണടച്ചില്ലെങ്കിൽ പോലും ആ വാക്കുകൾ ഞങ്ങൾക്ക് മുഴങ്ങി കേൾക്കാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ റിലാക്സ് എന്നുള്ളത് ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറി. ഒരു ദിവസം നമ്മൾ ഓഫീസിൽ ലേറ്റ് ആയിട്ട് പോയാൽ ഹൃദയം ഇങ്ങനെ പടപടാ ഇടിക്കും. പക്ഷെ ഇപ്പൊ 1 മണിക്കൂർ ലേറ്റ് ആയാലും ഒന്നും വരത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല, ഇതൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഒരു ഫീലിലോട്ട് നമ്മൾ റിലാക്സ് എന്നതിലോട്ട് നമുക്ക് വരാനായിട്ട് കഴിഞ്ഞു. അത് ഒന്നാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള വാക്കാണ്. ലെറ്റ് ഗോ സാറ് പറയുന്നത് വെച്ചാൽ നമ്മള് നിങ്ങളുടെ വിഷമങ്ങളും എല്ലാ സാധനങ്ങളും ലെറ്റ് ഗോ, അത് പോട്ടെ എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ ഹോസ്പിറ്റൽ കേസ് ആയാലും അങ്ങനെ നമുക്ക് ടെൻഷൻ വരുന്ന സമയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയും ഗോ. ഇങ്ങനെ ഒരു വാക്കാണ് ലെറ്റ് ഗോ എന്ന് തന്നെയാണ് നമ്മൾ ടെൻഷനോടും ഫിയറിനോടും ഒക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ഫിയർ കൺട്രോൾ, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര അധികം നമ്മളിത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ ന്യൂറൽ പാത്വേസ് ആണ്. പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെട്ടു എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞ നല്ല മണികണ്ഠൻ സാറ് വളരെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈമിൽ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ സാറിന്റെ മകൻ ഒരു നഴ്സ് ഇഞ്ചക്ഷൻ എടുത്തു, പലവട്ടം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ പൊട്ടിത്തെറിക്കുമെന്ന് സാറ് തന്നെ പറയുന്ന സാറ് വളരെ കാമായിട്ടിരുന്നു. സാറിന്റെ വൈഫ് തന്നെ അന്തം വിട്ടു, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? അവസാനം വേണം നുള്ളിയൊക്കെ നോക്കിയാണ് സാറാണെന്ന് കൺഫേം ചെയ്തത്. അപ്പൊ നമ്മുടെ രൂപത്തില് മാത്രം നമ്മൾ പഴയ നമ്മളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ചിന്തകളിൽ, ഇമോഷൻസിൽ പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് വന്നു കഴിഞ്ഞു. അതാണ് എല്ലാവർക്കും, ടീം മെമ്പേഴ്സിന് ആകെ എല്ലാവർക്കും ഇതിലുണ്ടായ ചേഞ്ച്. റിലാക്സ് എന്നൊരു ടേം നമുക്ക് എൻകോഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ലെറ്റ് ഗോ, നെഗറ്റീവ്സ് എപ്പോൾ വരുന്നു നമുക്ക് അതിനെ കളയാനായിട്ട് പറ്റി. മൂന്നാമത് ന്യൂറൽ പാത്വേസ് പുതിയത്. കോൺഫിഡൻസിന് മാത്രമല്ല മുനീർ സാർ, ഇതൊക്കെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആങ്കർ മാനേജ്മെന്റ് ആയാലും ഡെയിലി ലൈഫിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്ത് കഴിഞ്ഞു. 2023 ഓഗസ്റ്റ് 24 ഞാൻ എന്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടത്. അതിനുശേഷം എന്റെ ഫേസ്ബുക്കും ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടാണ്. അപ്പൊ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മളുടെ ഒരു ലൈഫിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ആവില്ല. അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ വരും. അപ്പൊ എനിക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ 21 ദിവസം ഹഗ് നമ്മുടെ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയി. ആ സിസ്റ്റം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ചെയ്യുന്നത് ഒരു 7 മിനിറ്റ് മുനീർ സാർ പറഞ്ഞു തരുന്ന ഒരു വാക്കിലാണ്. അത് കേൾക്കുന്നു, അതിനുശേഷം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഈ ഒരു ബ്ലോക്ക് മാറ്റാനുള്ള ഒരു ശ്രമം, ആ സാറിന്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാറ്റേൺ മാറ്റാനുള്ള ഒരു സ്കില്ല് കിട്ടും. അപ്പൊ അതിനുശേഷമാണ് ഇപ്പം മാഡം പറഞ്ഞ പോലെ ഞാൻ എന്റെ വീഡിയോ തുടങ്ങി, കൃത്യമായിട്ട് അത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം ഇതാണ്.
അപ്പൊ നമ്മളുടെ ലൈഫിലുള്ള ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റാൻ കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ബാക്കിയുള്ള ഇത് എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. കാരണം 21 ഡേയ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടീം നമ്മളുടെ സപ്പോർട്ടിന് കൂടെ ഉണ്ട്, കുറെ ബഡീസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വരുന്ന ചേഞ്ചസ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള കുറെ ടെക്നിക്കുകളുണ്ട്. അവയർനെസ്, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യം ചെയ്താലും സാർ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷെ ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനുശേഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇത്രത്തോളം എഫക്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് മനസ്സിലായി എന്ന് വെച്ചാൽ ഒരു ടീം നമുക്കത് കാണിച്ചു തന്നു. റിസൾട്ട് ഇതിന് മുമ്പുള്ള 1, 2, 3 ബാച്ചുകളുടെ ടീം, നമ്മളുടെ മെന്റേഴ്സ്, ഇവരുടെ ആ ഒരു രീതി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നു. പിന്നെ നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് സാറ് ഇന്നത്തെ ആ ഒരു ലാസ്റ്റ് നമുക്കൊരു ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ഒരു സെൽഫ് ഡൗട്ട്. എനിക്ക് ഒരുപാട് സെൽഫ് ഡൗട്ടുകൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ലിമിറ്റിംഗ് ബിലീഫായിരുന്നു. കാരണം വെച്ചാൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മളൊക്കെ, എന്നെ മാത്രമല്ല, ഞാൻ എന്റെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്ക് വന്നു. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റിയത് ഈ ഒരു രീതിയിലാണ്. ഞാൻ ഈ ഗ്യാപ്പ് എന്ന് ആദ്യം പറഞ്ഞു. ഈ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ വരെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു. ഇപ്പൊ ഒരു സ്കൂളിലേക്ക് കുറച്ച് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അതൊന്ന് ഒരു സെഷൻ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഗ്യാപ്പാണ് ഞാൻ ആ ഒരു ഇതിനകത്തിട്ട് വെച്ചേക്കുന്നത്. അപ്പോ എല്ലാം കൊണ്ടും നമ്മുടെ ഈ ഒരു സിസ്റ്റം ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഹഗ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സിസ്റ്റമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് ചെയ്തു. അത് ബഡ്ഡി സിസ്റ്റത്തിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ മെന്ററിങ് സിസ്റ്റത്തിലൂടെയും കൃത്യമായിട്ടുള്ള ഹഗ് ഫ്രെയിംവർക്കിലൂടെയും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ്സിനും അത് തന്നെയാണ്. അപ്പൊ താങ്ക് യു ഹഗ് ടീം ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു മുനീർ സർ ആൻഡ് താങ്ക് യു അനീസ് സർ ആൻഡ് ദ ഹോൾ ടീം. അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയൊക്കെ മെന്റർ ആയിട്ടുണ്ടെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മെന്റർ റോളിൽ എത്തുന്നത് ആദ്യമായിട്ട് ഹിപ്നോ സെൽഫിലൂടെയാണ്. 21 ദിവസത്തിലെ ഇക്കോ സിസ്റ്റത്തിലൂടെയാണ് ഈ കോഴ്സിൽ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പഠിതാക്കളെ ഇക്കോ സിസ്റ്റത്തിലോട്ട് കടത്തിവിട്ട് അവരുടെ സങ്കോചവും അപരിചിതത്തിന്റെ പുറന്തോട് പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു മെന്റർമാരെന്ന നിലയിൽ ഞങ്ങളുടെ ആദ്യത്തെ ചുമതല. അത് ഞങ്ങൾ രണ്ടാളും നിത്യവും കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. വേണ്ട നിർദ്ദേശങ്ങളും വിവരണങ്ങളും ആദ്യം നിഷാജി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. തുടർന്ന് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയൊക്കെ ചെത്തിമിനുക്കാൻ തുടങ്ങിയപ്പോൾ ചിലർക്ക് ബഡ്ഡികൾ വളരെ ആശ്വാസത്തിന്റെ സൗഹൃദത്തിന്റെയൊക്കെ വഴി തുറന്നു കൊടുത്തു. ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ട് വാദങ്ങളും പ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ ഹഗ് ഫ്രെയിമിലൂടെ നടത്തി. അതൊരു സൗഹൃദമായി മാറിയപ്പോൾ ഓരോരുത്തരുടെയും അവരവരുടെ ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചും വ്യക്തിപരമായ സംഘർഷങ്ങളെ കുറിച്ചുമൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പഠിതാക്കൾ വലിയ മാറ്റമുണ്ടായി. അവരുടെ വ്യക്തിത്വങ്ങൾ അത് പ്രകടമാകാനും തുടങ്ങി. അപ്പോൾ മെന്റർ എന്ന നിലയിൽ ഞങ്ങളുടെ ചെറിയ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി മെന്റർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആയി. മാത്രമല്ല ഈ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ പുത്തൻ അറിവുകളും അനുഭവങ്ങളും ഒക്കെ ലഭിച്ചു. മെന്റർ എന്ന നിലയിൽ ഞങ്ങൾ ഒരു കൗൺസിലിംഗ് സ്കില്ല് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു നേട്ടം എന്നുള്ളത്. ഒരു ചെറുതരംഗമായി തുടങ്ങി വലിയൊരു തിരമാലയായി മാറി ഈ ഗ്രൂപ്പിനെ നയിച്ചത് ക്യാപ്റ്റനായിരുന്ന ജോൺ സാറും അതുപോലെ വൈസ് ക്യാപ്റ്റനായിരുന്ന ദീപാജിയുമാണ്. അപ്പോൾ നിത്യവും രാവിലെ ദീപാജിയുടെ തോട്ട് ഓഫ് ദ ഡേയിലൂടെയാണ് ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അത് ശരിക്കില്ല ബൂസ്റ്റ് ഈസ് മൈ എനർജി എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു എനർജൈസർ ആയിരുന്നു ദീപാജിയുടെ തോട്ട് ഓഫ് ദ ഡേ. അതിലൂടെയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഞാൻ എന്നും തോട്ട് ഫോർ ദ ഡേ രാവിലെ എണീച്ച ഉടനെ എന്റെ ആദ്യത്തെ ജോലി ട്രാൻസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ തോട്ട് ഫോർ ദ ഡേ റെക്കോർഡ് ചെയ്ത് അയക്കും. അപ്പൊ ഇന്ന് എനിക്ക് രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് എന്തോ ചെയ്യണമെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു തോട്ട് ഫോർ ദ ഡേ. അപ്പോഴെന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് തോമസ് ആൽവ എഡിസന്റെ ചരമവാർഷികമാണ്, അപ്പൊ നീ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് തപ്പിയൊരു വീഡിയോ കണ്ടു. ശരിക്കും എന്റെ ചങ്ക് തകർന്നു പോയി. ഞാനൊരു അമ്മ എന്ന നിലയിൽ പുള്ളിയുടെ ഒരു കുട്ടിക്കാലത്തിനെ കുറിച്ചുള്ള ഒരു സംഭവം കണ്ടു. കാര്യം പുള്ളി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് അമ്മ തന്നെ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ തന്നതാണ്. അപ്പൊ അമ്മ അത് തുറന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ ഈ സ്കൂളിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അവനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അപ്പൊ നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഡെയിലി മോനെ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അമ്മ എന്നെ മോനെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുന്നു.
ഒടുവിൽ എഡിസൺ വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആയി. എന്നിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ തപ്പുമ്പോൾ ഈ കത്ത് നമ്മുടെ എഡിസന്റെ കയ്യിൽ കിട്ടി. ആളത് നോക്കിയപ്പോ അയാളെ കണ്ണ് നിറഞ്ഞു. കാര്യം അതിലെഴുതിയിരുന്നത് ഇവൻ ഏറ്റവും ബുദ്ധി കുറഞ്ഞ കുട്ടിയാണ്, ഇവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ എന്നെ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോ പിന്നീട് എഡിസൺ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയെ ലോകത്തിലെ മഹത്തായ പ്രതിഭയാക്കിയത് എന്റെ മഹത്തായ അമ്മയാണ്. അപ്പൊ അതുപോലെ ഇതേ ഒരു പ്രവൃത്തിയാണ് ഇവിടെ മുനീർ സാറും അനീഷ് സാറും ഒക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ മെന്റർമാർ ചെയ്യുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ എഡിസന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ എന്നെ ഒരു പൊട്ടിക്കാളിയായിട്ടാണ് ഇത്രയും കാലം കണ്ടിരുന്നത്. എന്റെ വീട്ടുകാർ ശരിക്കും പറഞ്ഞ എന്നെ എന്റെ ബ്രദറിനെയും കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയും, ബ്രദറിന് നല്ല മാർക്കുണ്ട്, എനിക്ക് അത്രയ്ക്ക് മാർക്കില്ല, അപ്പൊ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെ കണക്കാക്കിയിരുന്നു. ശരിക്കും ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ ഹസ്ബൻഡാണ് കുറച്ചുകൂടെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയത്. ശരിക്കും ഈ കോഴ്സിന് ചേരാനായിട്ട് പുള്ളിയാണ് എന്നെ പ്രചോദിപ്പിച്ച് വിട്ടത്. അപ്പൊ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് എന്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, എന്റെ ബഡ്ഡി ആയിട്ടുള്ള പ്രസീത മാം, എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്ത്, എന്റെ മെന്റേഴ്സ് നിഷ മാം ആണെങ്കിലും റജി സാർ ആണെങ്കിലും എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി മുന്നോട്ട് വരാൻ പറ്റി. പിന്നെ എനിക്കും ഇങ്ങനെ തോട്ട് ഫോർ ദ ഡേ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഡെയിലി അല്ലാതെ തന്നെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മെസ്സേജസ് ഒക്കെ ഇട്ടും എന്റെ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂര്യ മാമിനൊക്കെ ആണെങ്കിലും ഒരിത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, മാമിന്റെ ഒത്തിരി സ്ട്രെസ് ഒക്കെ കുറഞ്ഞു, അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് അറിയാം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക മാം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ മാം ക്ലാസ്സുകളൊന്നും കേട്ടിട്ടില്ല, ഒരു മൈൻഡ് മാസ്റ്ററും കേട്ടിട്ടില്ല. ബിക്കോസ് അവര് മീൻസ് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാതായത് കാരണം തന്നെ. പക്ഷെ അവര് എന്നാൽ പോലും ഞങ്ങൾ കൊടുത്ത ഇൻഫർമേഷനും നമ്മളുടെ LMS വീഡിയോസും കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും അവരുടെ ICUയിലെ പേഷ്യൻസിനെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായി. മീൻസ് പേഷ്യൻസ് ഹാപ്പിയായി. പ്ലാസിബോ ഇഫക്റ്റ് അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. മാം തന്നെ വന്ന് പറയുന്നുണ്ട് അത് അങ്ങനെയായി, എനിക്ക് ഇത്രയും ഹാപ്പിനെസ് കിട്ടുന്നു. പിന്നെ ദിബിൻ ലാൽ സാറിനാണെങ്കിലും സ്ലീപ്പിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സാർ 3 ഒബ്ജക്റ്റീവ് തന്നു. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവും സ്ലീപ്പിംഗ് ഇഷ്യൂസ് ആയിരുന്നു, അത് ശരിയാക്കി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതിന്റെ കൂടെ തന്നെ ഞങ്ങളും ഈവൻ മാറി തുടങ്ങി എന്നുള്ളതാണ്. എൻ്റെ കുറെ ബ്ലോക്കുകളും കൂടെ ഇതിൽ നിന്ന് മാറിക്കിട്ടി. ശരിക്കും പറഞ്ഞു ഞാൻ ബാച്ച് 3-ലെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഗസൽ റിലീസ് ചെയ്യാൻ പറ്റി. മുനീർ സാറ് പറയുന്ന പോലെ നമ്മളെ എന്താ പറയുക, ഡെയിലി ഉള്ള ട്രാൻസ് റൂട്ടീൻ കൊണ്ട് തന്നെ ഡെയിലി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നർ സ്കൈ എന്ന് പറയുന്ന പോലെ തന്നെ, അതേപോലെ നമ്മളെ ഇന്നർ വേൾഡ് തന്നെ പ്യൂരിഫൈ ചെയ്ത് വീട്ടിലും എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടികളും നന്നായിട്ട് ഞാൻ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആങ്കർ മാനേജ്മെന്റ് വീട്ടിലെ ഒരു രീതി തന്നെ മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. ശരിക്കും ഈ 21 ദിവസത്തെ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഞാനിപ്പോൾ എന്താണ് എനിക്ക് എന്നെ തന്നെ സ്വയം തിരിച്ചറിയാനും ജീവിതത്തിൽ എനിക്ക് വന്ന ഒരു കുറച്ച് പോസിറ്റീവായ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു അതുല്യ യാത്രയിലേക്കാണ് ഞങ്ങളെ ഹഗ് ഇന്റർനാഷണൽ സെൽഫ് ഹിപ്നോസിസ് കോഴ്സ് കൊണ്ടുപോയത്. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരുപാട് അഫർമേഷൻ വീഡിയോസും മെഡിറ്റേഷൻസ് വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ യൂട്യൂബിൽ കണ്ട വീഡിയോസ് അല്ലെ ഈ അഫർമേഷൻ വീഡിയോസ്, ഈ മെഡിറ്റേഷൻ വീഡിയോസ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയൊരു ബിഗിനിങ് അല്ലെ പുതിയൊരു സ്റ്റാർട്ട് എന്ന രീതിയിലേക്കാണ് ലിസൺ ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ഇതിലേക്ക് പിച്ച് വെച്ചെടുക്കുന്നത് പോലെയാണ് ഓരോ ലെസൺസും കേട്ടത്, ഓരോ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തത്. അപ്പം ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ ജേർണിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം താങ്ക്ഫുൾ പറയാനുള്ള ഞങ്ങളുടെ 2 അതുല്യമായ മെന്റേഴ്സാണ് റുക്കിയ മാമും ഷോണിമ മാമും. ഞങ്ങളൊക്കെ എത്ര തിരക്കിനിടയ്ക്കായാലും ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മനസ്സിലാക്കി. ചില സമയത്ത് നമുക്ക് മീറ്റിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മനസ്സിലാക്കി ഞങ്ങളെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിച്ച ഈ 2 മെന്റേഴ്സാണ്. അപ്പൊ അവരോട് എത്ര താങ്ക്ഫുൾ, എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്.
എല്ലാവരും പരസ്പരം പിന്തുണച്ച് ഒരു യാത്ര അത്യന്തം പ്രത്യേകമാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൽ എല്ലാവരുടെയും ട്രാൻസ്ഫോർമേഷൻ പറയുകയാണെങ്കിലും എല്ലാവരും തുടങ്ങിയ ഫേസിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് മുന്നോട്ട് വന്നത്. എനിക്ക് എടുത്തു പറയേണ്ടത് പിന്നെ ഇവിടുത്തെ ബഡ്ഡി സിസ്റ്റമാണ്. എൻ്റെ ബഡ്ഡി കാർത്തികയാണ്. ശരിക്കും എൻ്റെ ഒരു യങ് സിസ്റ്റം മാതിരിയാണ്. എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അല്ല പ്രൊഫഷണൽ ലൈഫിലുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഡെയിലി വിളിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ഈ ഒരു കോഴ്സിലൂടെ കാർത്തികയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് പറഞ്ഞറിയിക്കാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും പല സമയത്തും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ക്ലാസ്സസ് വീഡിയോസ് LMS വീഡിയോസ് കാണുകയും അതിനനുസരിച്ചുള്ള നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും, അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഡെയിലി അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് അദ്ദേഹത്തിന്റെ ലൈഫിൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചറിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. അങ്ങനെയാണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കാര്യങ്ങൾ ശരിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഓരോ സെഷൻസ് കൂടുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പക്ഷെ അതിനെ എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഇവിടെ തന്നെ ഒരു സിസ്റ്റത്തിലൂടെ ഒരു സ്ട്രക്ചറിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്തവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. വെറുതെ നമ്മൾ ഇതിങ്ങനെ അത്ഭുതം സംഭവിക്കും, മാജിക് സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെ ആ ഒരു ഫ്രെയിംവർക്കിലൂടെ മാത്രം പോയി ജോലി എടുത്തവർക്കാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു റിസൾട്ട് ലഭിച്ചവരാണ് ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ. 5 പേര് ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് ഫീൽഡിലുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അവര് ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ഇവിടെ പഠിച്ച പല ടെക്നിക്കുകളും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പലരും കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് എത്രമാത്രം ഉപയോഗപ്രദമാണെന്ന് നോക്കുക. അപ്പൊ കുട്ടികളിലേക്ക് അത് പോകുമ്പോൾ അത് സമൂഹത്തിലേക്ക് മൊത്തം വ്യാപിക്കുകയാണ്. അപ്പൊ അതിനെ കൊടുക്കാൻ പറ്റുന്നു. അതൊരു വളരെ വലിയ റിസൾട്ടാണ്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ഉണ്ടായിരുന്നു, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അങ്ങനെയുള്ളവര് പേടിയും മടിയും കൂടാതെ വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖത്തോടുകൂടി സംസാരിക്കുന്നു. പിന്നെന്താണ്, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റിനെ കൂടുതൽ എൻപവർ ചെയ്യാൻ പറ്റുന്നു. അവരുടെ സ്വഭാവത്തിൽ ചിന്തകളിലെല്ലാം മാറ്റം വരുന്നു. പിന്നെ സെൽഫ് അവയർനെസ്, അത് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അതൊരു വളരെ വലിയ കാര്യമാണ്. അപ്പൊ ആ സെൽഫ് അവയർനെസ്സിനെ കിട്ടി. അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം വിശാലാകണം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ടും കൂടെ കുറച്ചധികം പേര് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി 2 പേര് അതിനകത്ത് അങ്ങനെ ഒരു മാറ്റത്തിന് കൂടുതൽ നമ്മുടെ ഇന്നർ സെൽഫിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചുറ്റുപാടുകളെ മാറ്റി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് എല്ലാം നമ്മുടെ ഒരു നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാനും പലർക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ് എന്നൊരു വാതിൽ തുറന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി നമ്മുടെ ജീവിതം എപ്പോഴും മനോഹരമല്ലല്ലോ, ചില സമയത്തൊക്കെ അത് അൺഫെയർ ആണ്. അപ്പൊ അൺഫെയർ അല്ലാത്ത ലൈഫിനെ കൂടുതൽ ഫെയർ ആക്കാനായിട്ട് ആളുകൾക്ക് സാധിച്ചിരിക്കുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഹിപ്നോ സെൽഫിന്റെ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഈ 4ാമത്തെ ബാച്ചിന്റെയും മെന്ററായിട്ട് തുടരുക എന്നതൊരു വളരെ വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എന്റെ ഗ്രൂപ്പ് വളരെയധികം ഒരുപാട് കഴിവുകളുള്ള 9 പേര്, എല്ലാവരും അവനവന്റെ മേഖലയിൽ വളരെയധികം ശോഭിക്കുന്നവരാണ്. അത്രയും മനോഹരമായ ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അവരുടെ 9 പേരുടെയും ഡെഡിക്കേഷൻ കൊണ്ടാണ്. ഓരോരുത്തരും വിവിധങ്ങളായ കഴിവുകളുള്ളവരാണ്. എങ്കിലും ഓരോരുത്തരും ജീവിതത്തിൽ ചെറിയ ചെറിയ ചലഞ്ചുകൾ അവരഭിമുഖീകരിച്ചുകൊണ്ടിരുന്നു. സ്വന്തം പാഷൻ തിരിച്ചറിഞ്ഞിട്ട് വളരെ മനോഹരമായ രീതിയിൽ പാട്ടും വരയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വന്നയാളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇത്രയും ദിവസത്തെ ഹിപ്നോ സർക്കിളിനെ മുമ്പോട്ട് നയിച്ച ഞങ്ങളുടെ വിപിൻ സാറാണ്. പിന്നെ ജോലിയിലുണ്ടായിരുന്ന സ്ട്രെസ് മാറ്റിവെച്ച് മാറാനായിട്ട് വളരെയധികം സ്ട്രെസ് അനുഭവിച്ചവരുണ്ട്. അത് മാറാനായിട്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഉണ്ടായ മാറ്റങ്ങൾ വിവിധങ്ങളായ മാറ്റങ്ങളാണ്. അത് ഓരോന്നും വിശദമായിട്ട് പറയാൻ ഞങ്ങൾക്ക് ശരിക്കും ഒരു ദിവസമെങ്കിലും വേണം. പക്ഷേ പല സ്ഥലങ്ങളിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് സ്വന്തം കുടുംബത്തിൽ വന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന അത്രയും മനോഹരമായ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. എല്ലാവർക്കും ഹിപ്നോ സെൽഫിന്റെ ഈ 21 ഡേയ്സ് ക്ലാസ് സമഗ്രമായ മാറ്റം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ട്രാൻസ് എല്ലാവരും രേഖപ്പെടുത്തുന്നതും എന്നും പറയുന്നതും നമ്മുടെ എവിഡൻസ് വീഡിയോയിൽ രേഖപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ട്രാൻസിനെ പറ്റിയാണ്, താങ്ക്ഫുൾനെസ്സിനെ പറ്റിയാണ്. പിന്നെ മെഡിറ്റേഷൻ വീഡിയോസ് ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് മാറ്റങ്ങൾ ഓരോരുത്തരും സമീപിച്ചത് വെച്ച് വ്യത്യസ്ത രൂപത്തിൽ തന്നെ ഓരോരുത്തരെയും സ്വാധീനിച്ചിട്ടുണ്ട്. മോർണിംഗ് ഓഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പല്ല് തേക്കുന്നത് പോലെ ഞങ്ങൾക്കൊരു ദിനചര്യയാണ് ഞങ്ങളുടെ മോർണിംഗ് ഓഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഡീക്ലട്ടർ ചെയ്തിട്ട് ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നിലം നല്ല ഭംഗിയായിട്ട് ഒരുക്കി എല്ലാ പാഴുകളും ഒക്കെ കളഞ്ഞ് അതിനെയൊക്കെ നല്ല ശുദ്ധമാക്കി ഹിപ്നോ സെൽഫിൻ്റെതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് വീഡിയോസ് മുഴുവൻ LMS വീഡിയോസ് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ വിത്തായിട്ട് പാകി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പ്രൊഫഷണൽ എഫിഷ്യൻസി കൂട്ടിയവർ ബിനു സാർ, പ്രസാദ് സാർ, വിപിൻ സാർ.
പുതിയ സംരംഭം തുടങ്ങി സമഗ്രമാറ്റം ജീവിതത്തിൽ കൊണ്ടുവന്ന ആള് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ പ്രശാന്ത് സാർ. സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് നേടി സ്വന്തം ലിമിറ്റിംഗ് ബിലീഫ്സ് തിരിച്ചറിഞ്ഞ് ഷെൽ പൊളിച്ച് വിജയത്തെ ലക്ഷ്യമാക്കി ബേബി സ്റ്റെപ്സ് വെക്കുന്നവർ അശ്വതി, സിമ്മി, ശ്രീബ, ഞാൻ ആത്മീയത ജീവിത ദർശനത്തിൽ ചേർത്ത് വെച്ച് വിജയകരമായി ഹിപ്നോ പ്രാക്ടീസുമായി മുന്നേറുന്ന വത്സലകുമാർ സാർ. അത്യന്താധുനിക ഏകയുഗത്തിലേക്ക് ഓടിയെടുക്കുന്ന നമ്മൾക്ക്, ഈ മനുഷ്യർക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും സന്തോഷവും അനിവാര്യമാണ്. അതിലേക്കുള്ള ഒരു വാതായനമാണ് സെൽഫ് ഹ്യൂനോ പ്രോഗ്രാം എന്ന് തുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ എല്ലാ ഗ്രൂപ്പ് ചർച്ചകളിലും നമ്മുടെ എല്ലാ മെമ്പേഴ്സും എടുത്തു പറയുന്ന ഒരു സംഗതി ആ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതിന് ഏറ്റവും ഉപരി എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് സാറിന്റെയും മുനീഷ് സാറിന്റെയും ആ ടീച്ചിങ് മെത്തഡോളജിയാണ്. അതെല്ലാ പേരും എല്ലാ ചർച്ചകളിലും ഞങ്ങൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പിന്നെന്നുള്ളത് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് മറ്റെല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ് ഈ പ്രോഗ്രാമിൽ. അതിന് 3 ഘട്ടങ്ങളായിട്ട് തിരിച്ച് സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ബ്ലൂ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത്. എല്ലാവരും ആ ഗോൾ സെറ്റിംഗിലേക്ക് ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ എല്ലാവരും, അത് ഈ ഗ്രൂപ്പിന്റെ ഒരു നേട്ടം തന്നെയാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. പിന്നെ എല്ലാവർക്കും ചില പ്രാക്ടീസുകളൊക്കെ മുടങ്ങുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. അതുവഴി എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് പോലും മാറിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവർക്കും. ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നുണ്ട്. അതിന് പ്രത്യേക സ്ട്രാറ്റജികൾ, അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് വേണ്ടുന്നതാണ്. അത് ഈ കോഴ്സിൽ കൂടി എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ 21 ദിവസം സെൽഫ് ഹിപ്നോസിസ് യാത്ര കൊണ്ട് പരിശീലിക്കണം. തീർച്ചയായും സമ്മാനിക്കും. നമ്മൾ ഈ കോഴ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഞാൻ ടീമുകൾ പറയാനുള്ള ഒരു കാര്യം, തപാലിലൂടെ നീന്തലി പഠിക്കുന്നതിന് തുല്യമാണ് ഇത് പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ. വെറുതെ കേൾക്കുക, പഠിച്ചു പോയി കാലം പോവുക. ഇത് ആർക്കൊക്കെ റിസൾട്ട് കിട്ടി എന്നുള്ളത് ശരിക്കും വെള്ളത്തിലിറങ്ങി നീന്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും. ഈ 21 ദിവസം നടക്കുന്ന ഒരു റീപ്രോഗ്രാമിംഗ് ആണ്. നമുക്കറിയാം, ചില കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യണം. ആ ഒരു റിപ്പയറിംഗ് ആണ് ഈ 21 ദിവസം നടക്കുക. ഓരോ വ്യക്തികളിലും നമ്മൾ തലച്ചോറിൽ നന്നാക്കാൻ വേണ്ടി, അല്ല മനസ്സിന് നന്നാക്കാൻ ഒരു സിസ്റ്റമാണ് 21 ദിവസത്തെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത്, ഓരോ ഗ്രൂപ്പിൽ വരുന്ന ഓരോ വ്യക്തിയിലും കൃത്യമായി കാലിബറി ചെയ്തിട്ട് അവർക്ക് എവിടെയാണ്, ഏത് നട്ടും ബോൾട്ടാണ് മുറുക്കേണ്ടത്, ലൂസാണ്, കുറച്ച് ടൈറ്റ് ആക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാൻ, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ബൈ എക്സ്പീരിയൻസ് സാധിച്ചു എന്നുള്ള ചെറിയൊരു, നമ്മുടെ പപ്പു പറയുന്ന ഒരു ചെറിയൊരു സ്പാനർ അല്ലെ. അതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു മാറ്റങ്ങളാണ് ഉണ്ടാകുക. ആ ഒരു വലിയ മാറ്റത്തിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ചിരിയാണ്. അത് ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ചിരിയും ഇപ്പോഴത്തെ ചിരിയും അതിലുള്ള വ്യത്യാസമാണ് എവിടെയൊക്കെ അതിലെല്ലാം കറക്റ്റാക്കി മുറുക്കി എന്നുള്ളത് അറിയാൻ പറ്റുക. അത് വളരെയധികം സന്തോഷം തോന്നുന്നു. നല്ല ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊല്ലത്ത് ഒരു ട്രെയിനിങ് പോയ സമയത്ത് അടുത്തുള്ള നമ്മുടെ ഒരു മെന്റർ എന്നെ തേടി അവിടെ എത്തുന്നു. നമ്മുടെ ആരുമല്ല, നമ്മൾ ഇതിലൂടെ കണ്ട പരിചയമുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ എവിടെ പോയാലും അല്ലെ പുറത്തു പോയാലും നമ്മുടെ ഒരാൾ കുടുംബ സുഹൃത്ത് എന്ന രീതിയിൽ നമ്മളെ കാണാൻ എത്തുന്ന ഒരവസ്ഥ, അത്രയ്ക്കൊരു റിലേഷൻഷിപ്പ് നമ്മുടെയൊക്കെ ആർക്കും ഉണ്ട് എന്നൊരു തോന്നൽ, അതൊക്കെ ഈ ഒരു കോഴ്സിലൂടെ നടത്താൻ സാധിച്ചു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ചതിനകത്തും ഇത്രയും അനുഭവങ്ങൾ നേടാൻ സാധിച്ചതും അതിനോട് ഒത്തിരി ഞാൻ ഗ്രൂപ്പിന്റെ എല്ലാവരുടെ പേരിൽ വളരെയധികം നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. ഭയങ്കര ഒരു ഓവർ തിങ്കിങ്ങിന്റെ ആളായിരുന്നു ഞാൻ. എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഞാനായിരുന്നു, ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം ഞാനിത് അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായോ, ഇച്ചോടെ മാറ്റം വെച്ച് ചെയ്യാം. പക്ഷെ ചെയ്ത് സംഭവിച്ചു പോയ കാര്യത്തെ കുറിച്ച് പിന്നെ ആലോചിച്ചൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ആ ഒരു മുനീർ സാറിന്റെ ലിമിറ്റിംഗ് ബിലീഫിന്റെ ഓവർ തിങ്കിങ്ങിനെ മാറ്റുന്ന 2 സെക്ഷൻ അറ്റൻഡ് ചെയ്തതോടുകൂടി എനിക്ക് ആ ഒരു പ്രശ്നമില്ല. എനിക്ക് ചിന്തയുണ്ട്, എനിക്ക് ഞാൻ ചെയ്തത് നന്നാക്കാമെന്നില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നില്ല. ഓവർ തിങ്കിങ് ഞാൻ അവോയ്ഡ് ചെയ്യും. ഓവർ തിങ്കിങ് ഇല്ല. ഇപ്പൊ എന്താ സംഭവം വന്നാലും ഞാൻ മുന്നേ ഒന്ന് ചെയ്യും. പിന്നെ ഒരു ഫിയർ ഓഫ് സക്സസ് എന്നൊരു ഫാക്ടർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഫിയർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി എനിക്ക് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത് ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെട്ട് പോയാൽ എന്ത് ചെയ്യും, ഞാൻ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു പേടി എനിക്കുള്ളിലുണ്ടായിരുന്നു. അത് നമ്മുടെ ഇമോഷൻസ് എഴുതി വെച്ച് കറക്റ്റായിട്ട് പോകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഗ്രാഫിക്കോട് എഴുതാൻ തുടങ്ങിയതോടുകൂടി ആ ചിന്തകളെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയത് വളരെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിച്ച ഒരു അനുഭവമായിരുന്നത്. നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ വെറും പ്ലാസ്റ്റിക് ആണ്.
പ്ലാസ്റ്റിക് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു എഞ്ചിനീയറിംഗ് ആയിരുന്നു നമ്മുടെ ഈ ഒരു 21 ദിവസത്തെ കോഴ്സിലൂടെ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളൊക്കെ തുറപ്പിച്ച ഒരു കാര്യം. ആദ്യമായിട്ട് എന്റെ ലൈഫിൽ തന്നെ നമുക്ക് പീസ് അല്ലെങ്കിൽ ലീവ് ഇൻ പ്രസന്റ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആദ്യമായിട്ട് ആ ഒരു ലീവ് ഇൻ പ്രസന്റിന്റെ അല്ലെങ്കിൽ പീസിന്റെ ജോയ്, അതിന്റെ ഒരു ഹാപ്പിനെസ് ശരിക്കും അനുഭവിച്ചത് ഈ ഒരു സെഷനിൽ വന്നതിന് ശേഷമാണ്. എങ്ങനെ നമുക്ക് ഏത് വലിയ ഓളങ്ങൾക്ക് തിരമാലകൾക്കിടയിൽ നമുക്ക് ശാന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പഠിപ്പിച്ചു തന്നത് ശരിക്കും ഈ ഒരു കോഴ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, ആ പർപ്പസ്ഫുള്ളിലൂടെ യാത്രയിലൂടെ മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റൂ എന്ന വലിയൊരു തിരിച്ചറിവ്. ഇതിനുശേഷം ഞാൻ ശരിക്കും എന്റെ പ്രൊഫഷണൽ വലിയൊരു മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റി. പിന്നെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴേക്കും മുമ്പ് എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാമെന്നതിന് പകരം ഇപ്പോൾ എങ്ങനെ കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കാം, എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കാം, അവരുടെ ഓരോ മാറ്റങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വലിയ സന്തോഷമാണ്. മുമ്പൊക്കെ നമ്മൾ സാലറിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോ അതിനും അപ്പുറം നമുക്ക് വലിയൊരു പർപ്പസ് ഉണ്ടത് എന്നാണ് വലിയൊരു തിരിച്ചറിവ്. ഇതില് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ മനസ്സിലാക്കി പാഷനിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം ഉണ്ടാവുന്നതാണ്. നമ്മളൊക്കെ ഒരു തകർന്ന ഉരുൾമൂടിയ അല്ലെങ്കിൽ മാറാറ് മൂടിക്കിടന്ന ഒരു വീടുകളായിരുന്നു. ആ വീടുകളൊക്കെ നമ്മൾ പിന്നെ മുനീർ സാറും അതേപോലെ തന്നെ അനീഷ് സാറും നമുക്ക് തച്ച് തകർത്ത് നിങ്ങൾ ഒരു പുതിയ വീട് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഹോപ്പ്ഫുള്ളായി നമ്മുടെ യുണീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് പർപ്പസ്ഫുള്ളോട് കൂടെ യാത്ര ചെയ്യാം. ആദ്യമൊക്കെ ഈ ഹിപ്നോ സെൽഫ് എന്നൊക്കെ കേട്ടപ്പം എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നുവെന്ന്. പക്ഷെ മുനീർ സാറിന്റെ ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോ തന്നെ എനിക്കിത് മനസ്സിലായി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് വേറെ ഇല്ലെന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്ന ഒരാളാണ് ജയ മാം. ജയ മാമിന്റെ കേസിൽ ഭയങ്കരമായിട്ട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കാനും ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരാൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് കേരള വുമൺസ് ഓൺടർപ്രണേഴ്സ് കോൺക്ലേവില് 2025 വയനാടിന്റെ ഒരു റെപ്രസെന്റേറ്റീവായി അവരുടെ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ കൊണ്ട് സാധിച്ചു. അപ്പൊ അത്രയേറെ എഫേർട്ട് എടുത്തു മാം ആ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. അത് ഇത്രയും ആ ഒരു ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും സ്റ്റേജ് ഫിയർ ഉള്ള ഒരാള് എങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ലീഡ് ചെയ്യുന്നു. രണ്ടാമത്തെ മാമിന്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമിന് ഡ്രൈവിങ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് സാറൊക്കെ കഴിഞ്ഞ നമ്മുടെ ഹിപ്നോ സർക്കിളിൽ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് ഈ 2 ദിവസവും എത്ര തിരക്കാണെങ്കിലും ആ ഡ്രൈവിങ്ങിനൊക്കെ പോയി എഫേർട്ട് എടുത്ത് 2 ദിവസവും കറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയും നല്ല രീതിയിൽ പുള്ളിക്കാരിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി നല്ലൊരു എഫേർട്ട് ഇടുന്ന ഒരു മാമാണ് ജയ മാം. മൂന്നാമത് മാമിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മാം പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. ജോയിൻ ചെയ്തു, അത് നല്ല എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് മാം ഇന്നൊരു യാത്രയിലാണ്. ഇത്രയും നാളും ഓഫീസിൽ നിന്ന് ടൂറ് പോകാൻ സാധിക്കാതിരുന്ന മാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചിരുന്ന മാം, ഇന്ന് മാമിന് വേണ്ടിയിട്ട് ഒരു ടൂറ് പോയിരിക്കുകയാണ്. 6:30 തുടക്കം പോകുന്നതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു യാത്ര പോകാൻ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ മാമിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും മാമിന്റെ ഒരു ആഗ്രഹം നടന്നു. അങ്ങനെ മാം ഇന്ന് യാത്രയിലാണ്. കൊടൈക്കനാലിലോട്ടാണ് ട്രിപ്പ്. അത് മാമിന് അങ്ങനെ ഒരു സെൽഫ് കെയർ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മാം ഇന്ന് സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മാമിനുണ്ടായിരുന്ന ഒരു ചേഞ്ച് വളരെ വലുതാണ്. പിന്നെ എന്റെ ബഡ്ഡി ദീപ മാം ഞാൻ ആദ്യം കാണുമ്പോഴേ ഈ ആകാശത്തിലൊക്കെ കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കത്തില്ലേ, അതുകൂട്ടായിരുന്നു മുഖം. ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം നെഗറ്റീവില് വിഷമത്തിൽ നിൽക്കുന്ന ഒരാള്. ആ ആളിട്ട എഫേർട്ട് അത് എനിക്ക് ഓരോ ദിവസവും, ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ പട്ടിക്കോൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാമിന് ജോലി കിട്ടിയാലും നമ്മൾ കിടക്കുന്നതിന് മുന്നാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടേ കിടക്കാവൂ. ആ മാം അതുപോലെ പാലിച്ചു. രാവിലെ 4-4:30 എണ്ണിക്കുന്ന ഒരാളാണ്. പക്ഷേ 11,000 12,000 എന്നെ വിളിച്ചിട്ട് അന്നത്തെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞിട്ടേ കിടക്കുള്ളൂ. ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര ബോണ്ടുണ്ട്. അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു എന്റെ ഒരു സഹോദരി തുല്യമായിട്ട് ഒരാളാണ്. എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണത്. ഞങ്ങള് എന്ത് വേണമെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാന്നുള്ള ഒരു കംഫർട്ട് സോൺ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്.
എന്തായാലും ഈ മൈൻഡ് മാസ്റ്റേഴ്സിന്റെ മെന്റർ ആയതിലും ഇതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ ഈ ഹഗ് ടീമിന്റെ പാർട്ടായാലും ഞാൻ വളരെ സന്തോഷവും അതുപോലെ അഭിമാനമായിട്ട് ജീവിക്കുന്നു. അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ഈ കോഴ്സ് ആദ്യമായിട്ട് തന്ന നമ്മുടെ അനീഷ് സാറിനെയും മുനീർ സാറിനെയും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരെന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ആ രീതി തന്നെ ഈ കോഴ്സിന്റെ ആ ബഡി സിസ്റ്റവും ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെയൊക്കെ എല്ലാവർക്കും ഉണ്ടായ ചേഞ്ചസ്. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ നമ്മുടെ മുനീർ സാർ ആദ്യ പ്രോക്രാസ്റ്റിനേഷന്റെ ആ ഇത് തന്ന എന്റെ കിളിയൊക്കെ പോയിരിക്കുമെന്ന് തോന്നുന്നു. എന്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇച്ചിരി റെഡി ആയ ഒരു ലക്ഷണം, എന്തോ തലയ്ക്ക് എന്തോ ഒരു മാറ്റം നമുക്കെല്ലാം ആ ചേഞ്ചസ് നമ്മളിലേക്ക് സാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാ. നമ്മൾ അറിയാതെ തന്നെ ഇപ്പൊ ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവർക്കും അതിന്റെ ആ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ദിവസം ഡ്രൈവിങ്ങിന്റെ പറഞ്ഞപ്പോഴത്തേക്ക് സാർ ആ സമയത്ത് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത്, അതിപ്പോ എനിക്കും ഉണ്ടായിരുന്ന ഫിയർ, അത് നമുക്കല്ലാതെ ഹെൽപ്ഫുൾ ആയി. അതുപോലെ പിന്നെ ഫിയർ, ഡ്രൈവിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും വിചാരിക്കും ഈ കോഴ്സ് എന്ന് പറയുന്നത് എന്തോ വെറുതെ പറയുന്നതായിരിക്കും, വെറുതെ ഒരു പരസ്യമാണ്. നമ്മൾ തന്നെ ഇങ്ങനെ ഇതിന്റെ ചേഞ്ചസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് പറയുമ്പോൾ തന്നെ എല്ലാവരും അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. പക്ഷെ ഈ കോഴ്സിലോട്ട് വന്നവർക്കറിയാം അതിനകത്ത് എന്തുമാത്രം നമുക്ക് ചേഞ്ചസ്. ഇപ്പൊ നമുക്കൊരു ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 300 കൂടുതലോളം പാർട്ടിസിപ്പൻസ് ചെയ്തെന്ന് തോന്നില്ല സാറേ, 4 ബാച്ചിലായിട്ട്. അപ്പം അത്രയും ഒരു വീട്ടിൽ ഒരാൾക്ക് ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരാൾക്ക് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം ആ വ്യത്യാസം ഉണ്ടാകുന്നെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഇതിനു വേണ്ടി പ്രത്യേക ഇനിഷ്യേഷൻ എടുത്തിരിക്കുന്ന നമ്മുടെ അനീഷ് സാറിനെയും മുനീർ സാറിനെയും ഒക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ലെന്നുള്ളതാണ് അതെനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റന്മാർ 2 പേരും, വൈസ് ക്യാപ്റ്റൻ ആയാലും ക്യാപ്റ്റൻ ജോർജ് സാർ ടെക്നിക്കലായിട്ട് ഇച്ചിരി പുലിയായിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും 2 പേരും, പ്രീതി മാം ആയാലും ആ സമയത്ത് തന്നെ, നമ്മുടെ പ്രീതി മാം ഒരു പാട്ടുകാരിയും ഡാൻസറും ഒക്കെയാണ്. ഇതിനകത്ത് ഈ കോഴ്സിനകത്തൊക്കെ വന്ന് അവർക്കൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്ന ആസ് എ മെന്റർ എനിക്കും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതും. അതുപോലെ ഷമീർ സാർ ഒരുപാട് ജോബിൽ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു. ആദ്യമൊക്കെ സാറ് ഇതിനകത്ത് നിൽക്കാൻ വയ്യാതെ എന്തൊക്കെയോ ഇവിടെ വലിയ പ്രോസസ്സ് നടക്കുന്നു പറഞ്ഞ് ലെഫ്റ്റായി ഓടിയതാ. ഞാൻ പിടിച്ചു കൊണ്ടുവന്ന എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു നീരാളിയാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒപ്പം നിന്ന് അങ്ങനെ ഒരു ഇതിലോട്ട് പോയാൽ നമുക്ക് ചേർത്ത് നിർത്താൻ ഒരു അവസരം കിട്ടിയത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ നമ്മുടെ അനീഷ് സാറ് വേറെ എല്ലാ ഗ്രൂപ്പിലും വന്നിട്ട് പ്രത്യേകമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണമെങ്കിൽ മെന്റേഴ്സ് ഉണ്ടായിരുന്ന, ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്ന, സാറ് സമയത്തിന് IB മാമും എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സാർ അത് ഇൻഡിവിജ്വലായിട്ട് വന്നത് എല്ലാരെയും സപ്പോർട്ട് ചെയ്തെന്നുള്ള എല്ലാവരുടെയും ഗോൾ സെറ്റ് ചെയ്യാൻ അങ്ങനെ ഒത്തിരി. അതിപ്പോ അനങ്ങാതൊക്കെ ഇരുന്നവരുണ്ട്, എന്നാലും സാർ ആ മീറ്റിംഗ് വന്നതോടുകൂടി എല്ലാവരും എന്തായാലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. എന്തായാലും ഇനി എല്ലാവരിലേക്കും ഇത്രയും പേരിലേക്കും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. മറ്റേ നേരത്തെയൊക്കെ പറയുമെങ്കിലും നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചാൽ കളയും. ഇതിപ്പോ അങ്ങനെയല്ല, സാർ അത് എന്താ ചെയ്യണ്ടേന്നുള്ളത് നമുക്ക് ശരിക്കും കാണിച്ചു തന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് നമ്മളെ വിടായിരുന്നില്ലേ? ആ വീഡിയോസ് ഇപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത്ഭുതം വരും. എന്ത് ഇതായിട്ട് നമ്മളാരും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തവരോ ഒന്നും അല്ലായിരിക്കും. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ വിളിച്ചാൽ എല്ലാവരും വരാത്തവരായിരിക്കും. അവരെല്ലാം ശരിക്കും ഒരേ വീഡിയോ ചെയ്യുന്ന കണ്ട് അവർക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാനും എല്ലാം ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഉള്ളതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. Hug International 21 days. It is a magical experience for all. So everybody have a very highly inspired way of saying about themselves and about the group. Trans, reset, 7S awareness exercise, ഇതെല്ലാം അതിന്റെ എല്ലാം കോർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൽ കൂടെ എനിക്കുണ്ടായ ഒരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കുറച്ചുകൂടി നല്ലവണ്ണം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കാനും വളരെ ആനന്ദത്തോടു കൂടി അതിനെ എൻ്റെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരാനും അതിന്റെ പർപ്പസ്, അതിന്റെ ഗോൾ സെറ്റ് ചെയ്യാനും കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആവാനും എനിക്കതിൽ കഴിഞ്ഞു. ആൻഡ് ദ ഗുരുസ് ദാറ്റ് ഹു ഹാഡ് ഗൈഡഡ് us with a great system. I should say the system was very systematic. ആ സിസ്റ്റം നമ്മളെ 21 days had guided us to go forward with a
very enlightened aim so that we can come towards front in every path of our life. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന്റെ കാരണമായ ഒരു കോഴ്സാണ്. ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്, എൻ്റെ ഓവർ തിങ്കിങ്, സ്ലീപ്പ് ഇഷ്യൂസ്, ഫോക്കസ് കുറവ്, ക്ലാരിറ്റി ഇല്ലായ്മ, ഈ തുടങ്ങിയ വെല്ലുവിളികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കോഴ്സ്, നമ്മുടെ ഹിപ്നോസെൽഫ് കോഴ്സ് വഴി എൻ്റെ ഈ മനസ്സിനെ തിരിച്ചറിയുവാനും ആ തടസ്സങ്ങൾ ഒക്കെ ഒന്ന് തരണം ചെയ്യാനും കൂടുതൽ കാമായും കോൺഫിഡൻ്റായും ഫോക്കസായും മാറാനും എനിക്ക് കഴിഞ്ഞു. ഇന്ന് എനിക്ക് നിസ്സംശയം പറയാം, ഞാനൊരു ലോസ്റ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറിയിരിക്കുന്നു. സ്ട്രെസ് റിലീസ് ചെയ്യാനും ചിന്തകളെ നിയന്ത്രിക്കാനും ഈ ഹിപ്നോസിസ് എന്നെ വളരെയധികം സഹായിച്ചു. ഞാനൊരു NLP പ്രാക്ടീഷണറാണ്. അതുകൊണ്ട് തന്നെ ഈ NLPയും സെൽഫ് ഹിപ്നോസിസും കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോഴുള്ള അത്ഭുതകരമായിട്ടുള്ള ആ ഒരു മാറ്റം വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഉറപ്പായിട്ടും എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെയും എൻ്റെ കരിയർ, മുന്നോട്ടുള്ള കരിയറിനെയും അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കോഴ്സിൽ ഞാൻ പഠിച്ച ഗ്രോത്ത് സെറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ എൻ്റെ ലക്ഷ്യങ്ങളെ ഞാൻ 3 തലങ്ങളിലായിട്ട്, അതായത് ഷോർട്ട്, മിഡ് ആൻഡ് ലോങ് ടേം, ഞാൻ ഡിവൈഡ് ചെയ്ത് ഓരോ ലക്ഷ്യവും ഞാൻ ഹിപ്നോസിസ് ഉപയോഗിച്ച് മനസ്സിൽ അത് ദൃഢമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ജീവിതത്തെയും എൻ്റെ കരിയറിനെ മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായും ഇത് മനസ്സിൻ്റെ വിപ്ലവകരമായ ഒരു ഹിപ്നോസിസ് യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഹൃദയപൂർവ്വം ഹഗ് ഇന്റർനാഷണൽ ടീമിന് നന്ദി പറയുന്നു. ഫാത്തിമ എന്ന ഈ ടീച്ചറെ കേട്ട ശേഷം പിന്നെ നമ്മൾ ലൈഫിൽ എക്സ്ക്യൂസസ് പറയില്ല. ജീവിതത്തിൽ മൈൻഡ് പവറിന്റെ പ്രാധാന്യം എന്താണെന്ന് ഏറ്റവും ഭംഗിയായി സ്വന്തം ലൈഫ് കൊണ്ട് പറയാൻ പറ്റുന്ന വ്യക്തിത്വം. കൂടുതൽ വിശേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫാത്തിമ മാമിനെ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളത് കേട്ട് കണ്ട് അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഞാനൊരു കൊച്ചു കഥ പറയാം. കൊച്ചു പെൺകുട്ടിയുടെ ഒരു കഥ, 13 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. ഓക്കെ, 5ാം ക്ലാസ് മുതൽ കളക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് താൻ SSLC എക്സാം എഴുതുന്ന സമയത്ത് അന്നത്തെ പത്രത്തില് വരുന്ന കേരളത്തിലെ ആദ്യ 3 റാങ്കുകാരുടെ ഫോട്ടോയിൽ ഒരു ഫോട്ടോ തന്റേതാകുമെന്ന് ഉറപ്പിച്ച് എല്ലാ ക്ലാസ്സിലും എല്ലാ സബ്ജക്റ്റിലും 99-100% മാർക്ക് വാങ്ങിച്ച ഒരു പെൺകുട്ടിയുടെ കഥ. 8ാം ക്ലാസ് വരെ തന്റെ ബാല്യകാലം ഒരു കൊച്ചു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് ആസ്വദിച്ച് നടന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ടീച്ചേഴ്സിന്റെയും തന്റെ ഫാമിലി മെമ്പേഴ്സിന്റെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട, എല്ലാ ആർട്സിലും സ്പോർട്സിലും അതുപോലെ മത്സര പരീക്ഷകളിലും ഒക്കെ പങ്കെടുത്ത് എല്ലാത്തിലും വിജയം നേടിയെടുത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ഈ കുട്ടിയുടെ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ ലൈഫിലൊരു ട്വിസ്റ്റ് സംഭവിച്ചു. തന്റെ ഉപ്പയുടെ ധാർഷ്ട്യത്തിന് വഴങ്ങി 8ാം ക്ലാസ്സിൽ അവള് കല്യാണം കഴിച്ചയക്കേണ്ടി വരികയാണ്. ചെന്നെത്തിയ വീട് എന്ന് പറഞ്ഞാല് താന് ജനിച്ചു വളർന്ന വീട്ടിലെ സാഹചര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സാഹചര്യമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നും പെൺകുട്ടികൾ പുറത്തിറങ്ങണമെങ്കിൽ കൂടെ ഒരാള് പോകണം എന്നുമൊക്കെ ചിന്താഗതിയുള്ള ഭർത്താവിന്റെ അമ്മ. ഭർത്താവ് പറഞ്ഞതിന്റെ ഉമ്മ പറഞ്ഞതിന്റെ ഒരു അടി അപ്പുറത്തേക്ക് കടക്കാത്ത ഭർത്താവ്. അങ്ങനെ ഭർത്താവ് നാട്ടിൽ പ്രവാസിയായിരുന്നു. നാട്ടിൽ വരുന്ന സമയത്തൊക്കെ തന്റെ പഠിക്കാനുള്ള ആഗ്രഹം പറയുന്ന സമയത്ത് മാനസികമായി തളർത്തിക്കൊണ്ടിരുന്ന ഭർത്താവ്. അങ്ങനെ 15ാം വയസ്സിൽ അവള് ആദ്യ പ്രസവത്തിന് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ആ കുട്ടിക്ക് 2 വയസ്സാകുമ്പോൾ 17ാം വയസ്സിൽ 2ാമത്തെ പ്രസവത്തിന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, അതുവരെയുള്ള സമയങ്ങളിൽ തന്റെ വീട്ടിൽ അങ്ങനെ നിൽക്കാനുള്ള സാഹചര്യമൊന്നും കിട്ടില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടുജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാം തന്റെ വീട്ടിലേക്ക് പോകുന്ന ആ പെൺകുട്ടി കടുത്ത ശാരീരിക മാനസിക പ്രയാസങ്ങൾക്കിടയിലും ആ ഒരു സമയം തന്റെ നഷ്ടപ്പെട്ടു പോയ പഠനം 10ാം ക്ലാസ് അത് എഴുതാൻ തീരുമാനിക്കുകയാണ്. കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഉമ്മയും. 2 വയസ്സുള്ള മോനും കൂടെ അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ഡെലിവറി ടൈം.
പ്രഗ്നൻസി പീരീഡും. അങ്ങനെ ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല സോഷ്യൽ മീഡിയ പോയിട്ട് മൊബൈൽ ഫോൺ പോലും അവൈലബിൾ അല്ല, പഠിക്കാനുള്ള ഒരു സോഴ്സും ഇല്ല. ലേബർ ഇന്ത്യ മാത്രമാണ് അന്നത്തെ സാഹചര്യത്തില് ഒരു ടൂളായിട്ടുള്ളത്. അങ്ങനെ ലേബർ ഇന്ത്യയുടെ സഹായത്തോടുകൂടി പഠിക്കാണ്. ഈ രണ്ടാമത്തെ ഡെലിവറിയുടെ ഒരു 10 ദിവസം മുന്നേ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും പഠിക്കാത്തത് കാരണം POC എക്സാം എഴുതണമായിരുന്നു. ആ POC എക്സാം എഴുതി പിറ്റേ ദിവസം തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. 10ാമത്തെ ദിവസം ഡെലിവറി. അതിനുശേഷമാണ് PSC എക്സാമിൽ പാസ്സായി എന്നറിയുന്നത്. പിന്നീട് 3 മാസമാണ് പിന്നെ SSLC എക്സാമിന് സമയമുള്ളത്. ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു 3 മാസത്തിലും ശരിക്കും വായിക്കാൻ പാടില്ല, കണ്ണിന് കേടാണ് എന്നൊക്കെ പറയണ ആ ഒരു അവസ്ഥയിലും ലേബർ ഇന്ത്യയുടെ സഹായത്തോടുകൂടി പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതാണ്. പോകുന്ന സമയത്ത് 90 കിലോ ഒക്കെ ആയിട്ട് മറ്റുള്ളവർ പുറത്തിറങ്ങുമ്പോൾ കളിയാക്കുന്ന രൂപത്തിലുള്ള ബോഡിയും, പക്ഷെ അതൊന്നും കൂസലാക്കാത്ത ഒരു മൈൻഡുമായിട്ട് എക്സാം എഴുതാൻ പോവാണ്. അങ്ങനെ അതിൽ 55% മാർക്കാണ് അന്ന് അവർക്ക് കിട്ടിയത്. പക്ഷെ അത് എല്ലാവരും പറയും മറ്റുള്ളവര് ഡിസ്റ്റിങ്ഷനോ റാങ്കോ ഒക്കെ വാങ്ങുന്നതിനേക്കാളും ടോപ്പ് മാർക്കാണെന്ന്. ആ കുട്ടി അവസാനം പഠിച്ച് പിന്നെ IAS ആവാൻ എന്തായാലും അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് ഉറപ്പിക്കാണ്. പിന്നീട് ആരും എതിര് പറയാത്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാല് ടീച്ചർ ആവുക എന്നുള്ളതാണ് ഒരു ജോലി. ജോലി തന്റെ ജീവിതത്തില് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുകയാണ് ആ വീട്ടിലെ സാഹചര്യത്തില്. അപ്പൊ ടീച്ചർ ജോലിയാണ് പിന്നെ അതിനെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഹിന്ദി ടീച്ചർ കോഴ്സ് 2.5 വർഷത്തെ കോഴ്സ് ചെയ്തു. അതുപോലെ +2 എഴുതിയെടുത്തു. പിന്നീട് ഹിന്ദി കോഴ്സിന്റെ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു. BA ഇംഗ്ലീഷ്, BA ഹിന്ദി, MA ഇംഗ്ലീഷ്, അതുപോലെ MA സൈക്കോളജി, അതുപോലെ അതിന്റെ ഇടയ്ക്ക് തന്നെ KTET 4, 3 6ഓളം PSC ലിസ്റ്റുകളിലിടം. അങ്ങനെയൊക്കെ നേടിയ ആ പെൺകുട്ടി അതുവരെ തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചതുകൊണ്ട് IAS ആവാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് അത് നേടാൻ പറ്റാത്തതെന്നോ അങ്ങനെ തന്റെ സാഹചര്യത്തിനെയോ കൂടെയുള്ള ആളുകളെയോ കുറ്റപ്പെടുത്താതെ പഠിക്കാതെ ഇന്ന് ഗവൺമെന്റ് സ്കൂളില് 10 വർഷത്തോളമായിട്ട് ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. ആ പെൺകുട്ടി ഈ ഞാനാണ്. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊയിലാണ്ടി ഫിഷറീസ് സ്കൂളിലാണ്. ആ സ്കൂളിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും 6:30 മണിക്ക് ഇറങ്ങിയാലേ അവിടെ സ്കൂളിൽ കറക്റ്റ് ടൈമിന് എത്തുള്ളൂ. തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ 8 മണിയാവും. പക്ഷെ എനിക്ക് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ വേണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ പോയി വരാനുള്ള ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ഫിഷർമാൻമാരുടെ മക്കൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടുകൂടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഞാനിതൊക്കെ നേടിയെടുത്തത് നമ്മളെ മൈൻഡ് പവർ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ടീച്ചിങ് ഇഷ്ടമില്ലാത്ത ഞാന് ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പോയിട്ട് ആദ്യത്തെ 10 മിനിറ്റ് കുട്ടികളായിട്ട് സംവദിക്കുകയാണ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക, അവരെ മൈൻഡിൽ പവർ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ഇന്ന് ഞാൻ സംതൃപ്തയാണ്. നമ്മള് ആഗ്രഹിച്ചതിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിലും പിന്നീട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എന്താണോ അതിൽ എത്തിപ്പെട്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അവിടെ മൈൻഡ് പവറിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനും നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് സെറിമണിക്കും അത്രയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ പഠിച്ചതിലല്ല കാര്യം, പഠിച്ചത് നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുക. അതിലൊരു സംശയവും ഇല്ല. നിങ്ങൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും മൈൻഡ് പവറിന് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. കാരണം ഈ 21 ഡേയ്സ് കൊണ്ട് ഈ കോഴ്സിലൂടെ നിങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മളെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് വളർത്താനുള്ള ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. ഞാൻ അത് അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ഓൾറെഡി ഞാൻ ഹഗിന്റെ കരിയർ മെന്റർ മാസ്റ്ററി കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്
എനിക്ക് നന്നായിട്ട് അറിയാം. അതില് ഹിപ്നോ ചെയ്ത നമ്മളെ സൂര്യ മാമിനായിരുന്നു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നത് എങ്കിൽ ഇവിടെ സാറ് എന്നെയാണ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ തന്നെ നമുക്ക് ഹഗ് പറയുന്നത് പ്രാവർത്തികമാക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. കൂടെ നിർത്തുക എന്നുള്ളത്. എന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കോഴ്സ് ചെയ്യണം. ഞാനിത് സ്വയം നേടിയെടുത്തത് എന്റെ ഉള്ളിലുള്ള ഒരു കഴിവുകൊണ്ടാണ്. പക്ഷെ ഒരാളെ എനിക്ക് ഈ മൈൻഡ് പവറിലാണ് പവർ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്യണം. എന്റെ ലൈഫ് പർപ്പസ് എന്താണ് എന്ന് വെച്ചാല്, ഏത് നെഗറ്റീവ് അവസ്ഥയിലുള്ള ആളെയും സ്വന്തം മനഃശക്തി ഉപയോഗിച്ച് പോസിറ്റീവായി ചിന്തിച്ച് അതിലൂടെ വിജയിക്കാൻ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു പർപ്പസ് പറയുമ്പം ഐ ആം താങ്ക്ഫുൾ ഫോർ അനീസ് സർ. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ പർപ്പസ് ശരിക്കും വുമൺ എംപവർമെന്റ് ആണ് എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാറുമായിട്ട് 1-to-1 ഇരുന്ന സമയത്താണ് മനസ്സിലായത് അത് ഇതിന്റെ ഒരു സൈഡാണ്. മൈൻഡ് പവർ ആണ് എന്റെ കോഡിങ്. അതിന്റെ ഒരു ഭാഗമാണ് വുമൺ എംപവർമെന്റ് എന്ന്. ഞാൻ അതിന് അനീസ് സാറോട് എന്റെ ഈ ലൈഫ് ലോങ് താങ്ക്ഫുൾ ആയിരിക്കും. ആ പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് തന്നതിന്, 1-to-1 ഇരുന്നതിന്. അത് ഈ കോഴ്സിലൂടെ നേടിയത് ഇവിടം കൊണ്ട് നിർത്തരുത്, നമ്മൾ അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. കാരണം ഞാന് ഒരുപക്ഷെ 3 കുട്ടികളുടെ അമ്മയായിട്ട് ഒരു അടുക്കളയിലെ പണികളൊക്കെ എടുത്ത് ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി പോകേണ്ടിയിരുന്ന ഒരാളാണ്. ഞാൻ അതൊന്ന് പുറത്തു വന്നത് എന്നിലുള്ള കഴിവുകൾ ഞാൻ മനസ്സിലാക്കി, എന്റെ മനഃശക്തി കൊണ്ട് തന്നെയാണ് ഞാനത് പുറത്തു വന്നത്. ഞാൻ ഇതുവരെ പഠിച്ചിരുന്നോ എന്ന് പോലും അത്ഭുതപ്പെടുന്ന ആളുകളാണ് ഞങ്ങളെ ചുറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ കോഴ്സിലൂടെ കിട്ടിയ മനഃശക്തിയെ ലോകത്തിലേക്ക് എത്തിക്കണം. നമ്മൾ കുറെ നേടുന്നതിലല്ല കാര്യം, നമ്മളിലൂടെ നമ്മൾ മുഖേന മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിലാണ് കാര്യം. അതിന് നമ്മുടെ ഈ ടീം എന്നും നമ്മളെ കൂടെ ഉണ്ടാവും. ഒരിക്കൽ നമ്മൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്താൽ എന്നും അവർ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ഇനി ലൈഫിലെ ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ച് എക്സ്ക്യൂസ് പറ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പരാതികൾ പറ. ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഗസ്റ്റ് അല്ലേ ഇത്? ഈ നമ്മളിങ്ങനെ മോട്ടിവേഷണൽ കഥകൾ പലയിടത്തും നമ്മളിങ്ങനെ പറയും, ക്ലാസ്സുകളിൽ പറയും. ഇനി നമുക്ക് പുതിയ ക്ലാസ്സുകളിൽ പറയാൻ ഒരു റിയൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടി. എ ബിഗ് സല്യൂട്ട് ടു യു. ഇങ്ങനെയുള്ള ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് മനോഹരമായിട്ട് മുന്നോട്ട് നീങ്ങി. അതും എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, വീടിനടുത്തുള്ള സ്കൂളിൽ വർക്ക് ചെയ്യാതെ ദൂരെയുള്ള ഫിഷറീസ് ആ ഏരിയയിലുള്ള സ്കൂളിൽ പോയിട്ട് സർവ് ചെയ്യുക എന്നുള്ളത്, ദാറ്റ്സ് എൻ അമേസിങ് പർപ്പസ്. സോ മേ യു ബി ഏബിൾ ടു അപ്ലിഫ്റ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. May you be able to heal them. May you be able to empower them and win in flying colors. Thank you so much.